നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വെബ് പേജിന് ബാക്ക്ഗ്രൗണ്ട് കളർ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഞാൻ ആദ്യമായി ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ ഡീഫാൾട്ട് വൈറ്റ് ആണുള്ളത്. സോ ഞാനിവിടെ ബോഡി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കളർ എന്ന് പറയുന്ന ഭാഗത്ത്. സോ ഞാൻ ഇവിടെ യെല്ലോ ഗ്രീൻ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ എനിക്ക് ലഭിക്കുന്നു. സോ അതുപോലെ ഞാൻ H1ൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി ചേഞ്ച് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് കളർ അക്വ എന്ന് പറയുന്ന ഈ ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം നമുക്ക് H1ന് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ലഭിക്കുന്നു. സോ അതുപോലെ ഞാൻ പാരഗ്രാഫിന് കൊടുക്കണമെങ്കിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതുപോലെ റെഡ് കൊടുക്കുന്നു. സോ അപ്പോൾ പാരഗ്രാഫിന് റെഡ് കളർ ലഭിക്കുന്നു. സോ അതുപോലെ H2ന് കൊടുക്കണമെങ്കിൽ ഞാൻ H2 ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഈ ഒരു റോയൽ ബ്ലൂ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ അതിന് ലഭിക്കുന്നു. സോ അതുപോലെ നമുക്ക് ഈ ഡിവ് എലമെൻറ്റിന് നമ്മളിവിടെ കാണുന്ന ഈ ഡിവ് എലമെൻറ്റിന് നമുക്കൊരു കളർ കൊടുക്കണമെന്ന് വെക്കുക. സോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ കൊടുക്കുന്നു. ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ അതിന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു HTML എലമെൻറ്റിന് അല്ലെങ്കിൽ ഒരു മുഴുവൻ HTML പേജിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി നമ്മൾ നേരത്തെ HSLA അതുപോലെ RGBA വാല്യൂ ഉപയോഗിച്ച് അതിൻ്റെ ഒപ്പാസിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അതുപോലെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. സോ ഞാനിവിടെ ഒപ്പാസിറ്റി 0.5 കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഡെവലപ്മെൻറ്റിനുള്ളിലുള്ള കളറിൻ്റെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് കുറഞ്ഞതായി കാണാൻ കഴിയും. ഇത്തരത്തിൽ നമുക്ക് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി നമുക്കിതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. HSLA RGB ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഉദാഹരണമായി എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യണമെന്ന് നോക്കുക. സോ ഞാൻ ബോഡിയിൽ ഒരു ഇമേജ് ആഡ് ചെയ്യുന്നു. സോ ഞാനിവിടെ വന്നതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ശേഷം URL എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ എൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൽ cat 1 എന്ന് പറയുന്ന ഈ ഒരു ഇമേജാണ് ആഡ് ചെയ്യുന്നത്. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഈ cat 1 എന്ന് പറയുന്ന ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായി ലഭിക്കുന്നു. സോ ഞാനിവിടെ ബാക്കി എല്ലാത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. സോ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. സോ ഇതുപോലെ നമുക്ക് ഈ ക്യാറ്റിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായി ലഭിക്കുന്നു. സോ ഇതിപ്പോൾ ഒരുപാട് റിപ്പീറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്കത് ഒഴിവാക്കണമെങ്കിൽ സോ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ നോ റിപ്പീറ്റ് എന്ന് കൊടുക്കുന്നു. സോ നോ റിപ്പീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ അതിൻ്റെ മറ്റു ഓപ്ഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റ് X ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ഇതുപോലെ റിപ്പീറ്റ് ആകുന്നു. അതുപോലെ റിപ്പീറ്റ് Y കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിന്നും മുകളിൽ നിന്നും താഴോട്ട് ഇതുപോലെ റിപ്പീറ്റ് ആവുന്നു. സോ നമ്മൾ നൺ കൊടുത്തു കഴിഞ്ഞാൽ നോ റിപ്പീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ഫോട്ടോ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ ഇതിൻ്റെ പൊസിഷൻ നമുക്ക് ഇതുപോലെ ഇതിൽ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ എന്ന് കൊടുക്കുന്നു. സോ ഞാൻ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് റൈറ്റ് സൈഡിൽ ലഭിക്കുന്നു. അതുപോലെ ലെഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ലഭിക്കുന്നു. ബോട്ടം ആണെങ്കിൽ നമുക്ക് താഴെ ലഭിക്കുന്നു. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാൻ കഴിയും ബോട്ടം ലഭിക്കുന്നു. അതുപോലെ ടോപ്പ് ആണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നു. ഇനി എനിക്ക് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു കോർണറിലാണ് ലഭിക്കേണ്ടതെങ്കിൽ ഞാനിവിടെ ബോട്ടം റൈറ്റ് എന്ന് കൊടുക്കുന്നു. സോ ഈ ഭാഗത്ത് ലഭിക്കുന്നു. അതുപോലെ ഈ ഭാഗത്താണ് ലഭിക്കേണ്ടതെങ്കിൽ നമുക്ക് ടോപ്പ് ലെഫ്റ്റ് എന്ന് കൊടുക്കാം. സോ ഈ ഭാഗത്ത് ലഭിക്കുന്നു. അത്തരത്തിൽ ഈ ഭാഗത്താണെങ്കിൽ നമുക്ക് ടോപ്പ് റൈറ്റ് എന്ന് കൊടുക്കാം. അത്തരത്തിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഡിവ് എലമെൻറ്റിനുള്ളിൽ ഒരു ഇമേജ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സെയിം പ്രോസസ്സാണ്. സോ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് URL ഞാൻ ഫോട്ടോസിൽ ഫിഷ് 1 എന്ന് പറയുന്ന ഈ ഒരു ഫോട്ടോയാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഫിഷ് 1 ലഭിക്കുന്നതാണ്. നമ്മൾ റിപ്പീറ്റ് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോ റിപ്പീറ്റ് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നോ റിപ്പീറ്റായി ലഭിക്കുന്നു. അതുപോലെ നമുക്ക് ഇതിൻ്റെ പൊസിഷനും ഇതുപോലെ നമുക്ക് മുകളിൽ കൊടുത്ത പോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ സോ ഞാൻ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡ് ലഭിക്കുന്നതാണ്. സോ ടോപ്പ് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് സൈഡിൽ നമുക്ക് റൈറ്റ് ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ഒരു ഡിവ് എലമെൻറ്റിനുള്ളിലും ഇതുപോലെ നമുക്ക് ഇമേജസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതൊരു എലമെൻറ്റിനുള്ളിലും നമുക്ക് ഇമേജസ് ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഉദാഹരണമായി ഇനി H2ലാണ് എനിക്ക് വേണ്ടതെങ്കിൽ H2 ബാക്ക്ഗ്രൗണ്ട് ഇമേജ് URL സെയിം ഈ ഒരു ഫിഷ് 1 എന്ന് പറയുന്ന ഈ ഒരു ഇമേജ് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ CSS നമ്മുടെ ലേൺ CSS എന്ന് പറയുന്ന H2 എലമെൻറ്റിൽ നമുക്കിതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലഭിക്കുന്നതാണ്.
സോ ഇത്തരത്തിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഫിക്സ്ഡ് ആയി കൊടുക്കുന്നു. ശേഷം നമ്മൾ ഇത് വിൻഡോയിൽ ഒരുപാട് കണ്ടൻറ് ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ സ്ക്രോൾ ചെയ്യുന്നു. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്കിത് ടോപ്പ് റൈറ്റിലോട്ട് മാറ്റാം. സോ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ക്യാറ്റിൻ്റെ ഫോട്ടോ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് അത് സ്ക്രോൾ ആവുന്നില്ല, അത് അവിടെ ഫിക്സഡ് ആയി നിൽക്കുന്നു. സോ ഇങ്ങനെ ഫിക്സഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് സ്ക്രോൾ ആവുന്നതല്ല. സോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ഇതുപോലെ ഫിക്സഡ് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇതിൽ സ്ക്രോൾ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ സ്ക്രോൾ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജ് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഇമേജും സ്ക്രോൾ ആവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം ആ ക്യാറ്റിൻ്റെ ഇമേജ് സ്ക്രോൾ ആവുന്നു. അതുപോലെ ഫിക്സഡ് ആണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഒരു ഇമേജ് അവിടെ നിലനിൽക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നമുക്കൊരു ഈ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ്, റിപ്പീറ്റ് തുടങ്ങിയവയെല്ലാം ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്.